Hi guys, welcome back to our YouTube channel. myself Vaishnavi. And I'm Sneha. So ഇന്ന് ഞങ്ങളുടെ ഹോസ്റ്റലിൽ ഞങ്ങൾക്ക് ഇഫ്താർ പ്രോഗ്രാം ആണ് ഗൈസ്. Yes, sponsored by Aimbridge. Thank you. So അതിന്റെ കാര്യപരിപാടികളിലേക്ക് കടക്കാൻ പോവുകയാണ് ഞങ്ങൾ. Yes, let's get into that. ഇവിടെ ഇഫ്താറിന്റെ കുക്കിംഗ് ഒക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. ഹായ് ഗൈസ്, നിങ്ങൾ എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? എല്ലാവരും പറഞ്ഞു. ഗുലാബ് ജാമുൻ കാണിച്ചു. അങ്ങനെ നമ്മുടെ ഗുലാബ് ജാമുൻ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റേ സൈഡിൽ ഫ്രൈസും സെറ്റ് ആവുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ബാക്ക് സീനൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ, നിങ്ങൾ തന്നെ കണ്ടോ. ഇതൊക്കെ ക്ലീൻ ചെയ്യുന്ന കാര്യം ആലോചിക്കുമ്പോഴേ മൂടേ ഇതെന്താണെന്ന് പറഞ്ഞേ. കട്ട്ലേറ്റിന്റെ ഇവിടെ നമ്മുടെ പാത്തു കട്ട്ലറ്റിൻ്റെ മിക്സുമായിട്ട് മല്ലുപിടുത്തം നടത്തി. കുഞ്ഞു കുഞ്ഞു ബോൾസാക്കി ഉരുട്ടിയ ബ്രെഡ് ക്രംസിലോട്ട് മുക്കി എണ്ണയിലിട്ട് മൊരിച്ച് നല്ല അടിപൊളി കട്ട്ലറ്റ് സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അല്ല, ഇതെന്തപ്പം ഇവിടെ നടക്കണേ? ഓക്കെ, ബ്രെഡ് പോക്കറ്റ്സ്. അങ്ങനെ ഉള്ളിയെല്ലാം ഇട്ട് ഉള്ളിയൊക്കെ വഴട്ടി. ഇതിപ്പോൾ ഞാനല്ലേ? ഇത് ഞാൻ ഉണ്ടാക്കിയ എൻ്റെ റവ പുഡിങ്ങാണ്. ഷേപ്പിന് ചെറിയ തകരാറുണ്ടെങ്കിലും ടേസ്റ്റ് കിട്ടില്ല വരുന്നു. വിഭവങ്ങളൊക്കെ റെഡി ആയില്ലെങ്കിലും പ്ലേറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ പക്കയാ കേട്ടോ. അടുക്കി വെച്ചേക്കണ കാണാൻ എന്തൊരു ഭംഗിയല്ലേ. ഫൈനൽ സെറ്റിംഗ് ആണ് ഗൈസ്. അങ്ങനെ റെഡിയായ വിഭവങ്ങളെല്ലാം പാത്രത്തിലേക്ക് എത്തി തുടങ്ങി. നമ്മള് പിന്നെ റെഡിയായി വന്നിട്ടുണ്ട്. ഇവിടെ ഭയങ്കര ബഹളമാണ് ഓരോ തിരക്കുകളുടെ. പിന്നെ ഇവിടെ വേറെ അങ്ങനെ നോമ്പ് തുറയ്ക്ക് സമയമായപ്പോഴേക്കും എല്ലാ വിഭവവും പാത്രത്തിലേക്ക് പടയെന്ന് പറഞ്ഞെത്തി. അങ്ങനെ ഫുഡും ടേബിളിൽ റെഡിയായി. ഇരിക്കാനുള്ള സ്ഥലവും നമ്മുടെ മെഹറിനും മാമിനെയും കൂടെ സെറ്റാക്കി. അങ്ങനെ ഫുഡും എടുത്ത് എല്ലാവരും ഇരിക്കാനുള്ള സ്ഥലത്തോട്ട് നീങ്ങി. ഫ്രൂട്ട് സലാഡും എത്തി. പിന്നൊന്നും പറയണ്ടല്ലോ, എല്ലാവരും കൂടെ ഒത്തുകൂടിയിരുന്ന് നോമ്പ് തുറന്ന് സന്തോഷത്തോടെ നമ്മളുടെ ഇഫ്താർ ഇവിടെ അവസാനിച്ചു. സോ അത്രേ ഉള്ളൂ. Bye.